ഹലോ നമസ്കാരം, എല്ലാവർക്കും Dcooks&bakesലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് ഷേക്കാണ്, ബനാന ഡേറ്റ്സ് മിൽക്ക് ഷേക്ക്. അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ: 1 കപ്പ് പാൽ, 2 പഴം, ഒരു 5-6 കുതിർത്ത ബദാം, അതുപോലെ ഒരു 5-8 കാഷ്യൂനട്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ ഒരു 2-3 ഡേറ്റ്സ്. ഇനി നമുക്കിതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ മിൽക്ക് ഷേക്കിൽ നമ്മൾ പഞ്ചസാര ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം ഷുഗർ പേഷ്യൻസിനും കഴിക്കാവുന്നതാണ്, കുട്ടികൾക്കും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ നമ്മുടെ ഡേറ്റ്സ് മുറിച്ചതും ഈ നട്ട്സുകളെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. അത് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം, അല്ലാതെ നമ്മളെല്ലാം കൂടി ഇട്ടടിച്ചാൽ ചിലപ്പോൾ ഇത് അരഞ്ഞു വരത്തില്ല. ഞാനിപ്പോൾ ഇവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ശരിക്കും അറിഞ്ഞിട്ടൊന്നുമില്ല, അതുകൊണ്ട് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന പഴവും ബാക്കി പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. അതിന് പകരം ഏലക്ക ഇഷ്ടപ്പെടുന്നവർ 1-2 ഏലക്കയുടെ കുരു കൂടി വെച്ച് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് നന്നായിട്ട് ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള മിൽക്ക് ഷേക്കാണ്. കുറച്ചുകൂടി ലൂസായിട്ടാണ് താല്പര്യമെങ്കിൽ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്താൽ മതിയായിരിക്കും. നമുക്കിനി ഇതൊരു ഗ്ലാസ്സിലേക്കോ ഒരു ജാറിലേക്കോ പകർത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രഷ് ചെയ്ത നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ടോപ്പിങ്സൊക്കെ ഇത് നല്ല ഫില്ലിംഗ് ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ്. ഇത് രാവിലെ കുടിക്കുകയാണെങ്കിൽ ഇതിന് ശേഷം വേറെ ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഉച്ച വരെ ഇത് വിശക്കുകയില്ല. ഇതിപ്പോൾ ജോലിക്ക് പോകുന്നവർക്കോ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലൊരു ഐറ്റമാണ്. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.